അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ തലശ്ശേരിക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് എവിടെയാണെന്ന്. അപ്പോൾ അറിയാത്തവർക്കായി ഞാൻ പറയാം, ഇത് നമ്മുടെ ജഗന്നാഥ ക്ഷേത്രമാണ്. അവിടുത്തെ ഉത്സവം ഇന്നലെ കഴിയുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ തോണിയില്ലേ, തോണിയാണ് അത്. പിന്നെ അങ്ങനെ ഉത്സവം ഇന്നലെ കൊടിയിറങ്ങി. അപ്പോൾ ഞാനും അനിയത്തിയും മോളും കൂടിയാണ് പോയത്. പോയി കുറച്ച് 1-2 മണിക്കൂറേ അവിടെ നിന്നിട്ടുള്ളൂ, അപ്പോഴേക്ക് തിരിച്ചു പോന്നു. പിന്നെന്താ, അവസാനമായപ്പോൾ ഒരു 10 മണിയോട് അടുപ്പിച്ച് നോക്കുമ്പോൾ നല്ല മഴയുടെ ലക്ഷണം, ഇടി കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പോന്നു. അപ്പോൾ അതുവരെ നമ്മളവിടെ നിന്നിട്ടുണ്ട്. ഇതാ പൂഴിയിൽ കളിക്കാനാണ് മോള് പ്രത്യേകിച്ച് അങ്ങോട്ട് പോയത്. അപ്പോൾ പിന്നെ പൂഴിയിലൊക്കെ കളിച്ച് അവൾ അവിടെ ഇരുന്ന് കളിച്ച്. പിന്നെ ഞാനും അനിയത്തിയും പിന്നെ മോൾ അവിടെ നിന്ന് കളിക്കുകയാണ്. പൂഴിയിൽ ആരുമില്ല കളിക്കാൻ, ഒറ്റയ്ക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ കളിക്കുകയാണ്. കാലിലൊക്കെ മണ്ണ് വാരിയിട്ട്. അതിന് പൂഴിയല്ല, അപ്പോൾ അതിന് പ്രശ്നമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും പൂഴിയിൽ കളിക്കുക എന്നുള്ളത്. എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ അവളങ്ങനെ കളിച്ച് കുറേ ഓടിക്കളിച്ച്, പിന്നെ കുറേ എൻ്റെ അടുത്ത് വന്ന് കളിച്ച്. അങ്ങനെ അവസാനം പൂഴിയിൽ ഇരുന്ന് കളി തുടങ്ങി. അവിടെ കുറേ പിള്ളേർ അങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കളിച്ച് കഴിഞ്ഞപ്പോൾ മതി, ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നേരെ പോയത് അവിടെ നമ്മുടെ പെറ്റ്സിൻ്റെ ഒക്കെ ഒരു എക്സിബിഷൻ പോലത്തെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കാണ്. അങ്ങനെ അവിടെ പോയി അവളുടെ ഷോൾഡറിൽ ഞങ്ങളൊരു ഒരു വലിയൊരു തത്തയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂപ്പർക്ക് നല്ല പേടിയുണ്ട്, പക്ഷെ മുഖത്ത് അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. എന്നാലും കണ്ടാൽ മനസ്സിലാവില്ല. അവളെ ക്ലിപ്പൊക്കെ അത് കൊത്തി പറിക്കുന്നുണ്ട്, എന്നാലും ഇതാ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു, പാമ്പിനെയും കൂടി വെച്ചാൽ മോളേന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് ആനേനെ കാണാൻ പറ്റുന്നൊന്നും വിചാരിച്ചല്ല, ഒടുക്കത്തെ തിരക്കായിരുന്നു. പിന്നെ ചൂട് ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ആനേനെയും കണ്ടു, എല്ലാം കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കൂടി നിന്ന്. പിന്നെ അവൾക്ക് റൈഡിലൊക്കെ കയറണം എന്ന് പറഞ്ഞു. പിന്നെ അത് അനിയത്തിയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ ക്ലിപ്പൊക്കെ അത് ഊരി കയ്യിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെ കുറച്ച് സമയം കൂടി നമ്മൾ അവിടെ നിന്നിട്ട് അപ്പോഴേക്കും നല്ല ഇടി മിന്നൽ കാറ്റ്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ അവൾക്ക് റൈഡിൽ കയറണം എന്ന് പറഞ്ഞാൽ ഏതോ ഒന്നിൽ മാത്രമേ കയറ്റിയിട്ടുള്ളൂ. അപ്പോഴേക്കും പിന്നെ അവിടെ ഫുൾ പണി കിട്ടിയിരുന്നു. അത് ഞാൻ ഫുൾ വീഡിയോയിൽ ഇടുന്നുണ്ട്. പിന്നെ അവിടെ പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഈ ലൈറ്റിൻ്റെ സംഭവമാണ്. അടിപൊളിയാണ്. ഓരോ വെറൈറ്റീസൊക്കെയാണ്, നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. ഫുള്ളൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറേ വെറൈറ്റീസ് ഓഫ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ കാണുന്നതൊക്കെ വീഡിയോയിൽ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി നമുക്ക് ഫുൾ വീഡിയോയിൽ കാണാം.